പെർഫോമർ ജാൻവി കപൂറിനെ കാണണമെങ്കിൽ നിങ്ങൾ കാണേണ്ട സിനിമയാണ് ബുള്ളറ്റ്. സോ ഒരിക്കലും എനിക്ക് ജാൻവി കപൂർ ഒരു മോശം ആക്ട്രസ് ആയിട്ട് തോന്നിയിട്ടില്ല. ആളുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് മാഹിയായാലും ഗുഞ്ചൻ സക്സേന ആയാലും അതേപോലെ തന്നെ ബവാലൊക്കെ കണ്ടവർക്ക് ആൾ എത്ര നല്ലൊരു ആക്ട്രസ് ആണെന്ന്. പക്ഷെ ഇടയ്ക്ക് കോമാളി പടം ചെയ്യുന്നേ ഉള്ളൂ. സോ ഇതിൽ നമ്മുടെ നായിക ഒരു IFS ഓഫീസറാണ്. ആള് ഡെപ്യൂട്ടി ഹൈ കമ്മീഷണറായിട്ട് ലണ്ടനിലോട്ട് പോവാണ്. പിന്നെ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. എല്ലാ സിനിമയുടെ പ്ലോട്ടും ഞാൻ പറയണം, അതുകൊണ്ട് പിന്നെ കാണാൻ ഒരു സുഖമൊന്നും ഇല്ല എന്ന് പറയണം. ഒരു ഇതോടെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഒരു കിടിലം പടമാണ്, ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് മൂവി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ആരും ഇതിനെപ്പറ്റി പറയണമെന്ന് ഞാൻ കേട്ടില്ല. ജാൻവി കപൂറിന്റെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ്, റീസെന്റ് ബെസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. റോഷൻ മാത്യൂസ് അഭിനയിച്ചിട്ടുണ്ട്. സോ ആൾ ആസ് യൂഷ്വൽ എല്ലാ സിനിമയിലും പോലെ തന്നെ കലിപ്പന്റെ റോളാണ്, പക്ഷെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ആളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഇതിലത്തെ വില്ലനും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ചില സമയത്ത് നമുക്ക് സീറ്റ് ഓഫ് ദ എഡ്ജ് ത്രില്ലർ പോലെയൊക്കെ തോന്നും. കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. ചിലത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് പോലെ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും എനിക്ക് നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. സോ നിങ്ങൾക്ക് പാട്രിയോട്ടിക് മൂവീസ് ഒക്കെ ഇഷ്ടമാണെന്ന് വെച്ചാൽ പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ.